ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പോലീത്തയുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ തിരുമനസ് താൻ പ്രിയം വെച്ച നാഥൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിട്ട് 50 വർഷങ്ങൾ പൂർത്തിയാകുന്ന ധന്യ നിമിഷങ്ങളിലൂടെയാണല്ലോ പരിശുദ്ധ സഭ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകാൽ പരിശുദ്ധ ബാവാ തിരുമേനിയെ ഈ തിരുനാളിൽ അനുസ്മരിക്കുമ്പോൾ കണ്ടനാട് ഭദ്രാസനത്തിലെ ഒരംഗം എന്നുള്ള നിലയിൽ ഒരു തരത്തിലും വിസ്മരിച്ചു പോകുവാൻ സാധിക്കാത്ത പലതരം ഓർമ്മകൾ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. അതിലെടുത്തു പറയേണ്ട ഒന്നാണ്, നമ്മയൊക്കെയും സത്യവിശ്വാസത്തിൽ നിലനിർത്തുന്നതിന് വേണ്ടി പിറവം വലിയ പള്ളിയിൽ വെച്ച് അദ്ദേഹം കാപ്പി വടികൊണ്ട് തൻ്റെ ശരീരത്തിൽ മർദ്ദനമേറ്റത് ഉൾപ്പെടെയുള്ളതായ ആ വലിയ ത്യാഗത്തിൻ്റെ നിമിഷങ്ങളൊക്കെയും പരിശുദ്ധ ബാവായുടെ ഒരു സ്മരണയിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഭദ്രാസനത്തിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ തന്നെയും ബാവായെക്കുറിച്ച് പഠിക്കുവാനും ബാവായുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളിലും ഒരു പരിധി വരെയെങ്കിലും മനസ്സിലാക്കുവാനും ഒക്കെയും നാളിതുവരെയുള്ള ജീവിതത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. ആയതിൻ്റെ ഭാഗമായി എനിക്ക് ലഭിച്ചതായ പരിശുദ്ധ ബാവായുടെ പഴയ ചില കൽപ്പനകൾ, അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള ചില പത്രലേഖനങ്ങൾ മുതലായ കാര്യങ്ങളൊക്കെയും ഒരു നിധി സൂക്ഷിക്കുന്നത് പോലെ ബലഹീനനായ ഞാൻ നാളിതുവരെയും സൂക്ഷിച്ചു വരികയായിരുന്നു. പരിശുദ്ധ കാതോലിക്ക ബാവ 1975 എഴുതിയതായ ഒരു കൽപ്പനയാണ് ഇത്. അന്നത്തെ കണ്ടനാടിൻ്റെ മെത്രാപ്പൊലീത്തയായിരുന്ന അഭിവന്യ പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത സത്യവിശ്വാസത്തിന് എതിരായി സഭയിൽ പ്രയാസങ്ങൾ സൃഷ്ടിച്ച ആ കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും ഈ പരിശുദ്ധ സഭയുടെ സുന്നഹദോസ് വിളിച്ചു ചേർത്ത് ആ സുന്നഹദോസിൻ്റെ നിശ്ചയപ്രകാരം അഭിവന്യ തിരുമേനിയെ ഈ സഭയിൽ നിന്ന് പുറത്താക്കുകയും കണ്ടനാട് ഭദ്രാസനത്തിൻ്റെ ചുമതല ആ പ്രത്യേക സാഹചര്യത്തിൽ പരിശുദ്ധ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ ബാവാ തിരുമേനി ഏറ്റെടുക്കുകയും ചെയ്തതിൻ്റെ കൽപ്പനയാണിത്. ഇതിൽ വളരെ ശ്രദ്ധേയമായിട്ട് അവസാനത്തെ ഒരു വരി മാത്രം ഞാൻ വായിക്കുകയാണ്. വാത്സല്യ മക്കളെ, പൗലോസ് മാർ പീലക്സിനോസ് മെത്രാപ്പൊലീത്ത മേൽ വിവരിച്ചിട്ടുള്ള പ്രകാരം നമ്മുടെ സഭ വിട്ടുപോയിരിക്കുന്നതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. നാം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കണം. നാം അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, അത്രയും വേദനാജനകമായ ഒരു സാഹചര്യത്തിലൂടെ, പ്രതിസന്ധി നിറഞ്ഞ സാഹചര്യത്തിലൂടെ പരിശുദ്ധ സഭ കടന്നു പോകുമ്പോൾ വളരെ പ്രാർത്ഥനാപൂർവം പരിശുദ്ധ ഔഗേൻ ബാവ ആ സാഹചര്യത്തെ പ്രത്യേകമായിട്ട് വിവരിച്ചിരിക്കുന്നതൊക്കെയാണ് ഈ കൽപ്പനയിൽ വ്യക്തമാകുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. മറ്റൊരു ശ്രദ്ധേയമായ സംഗതി, പരിശുദ്ധ ഔഗേൻ ബാവ തിരുമനസ്സുകൊണ്ട് തൻ്റെ സഭയിലെ വൈദികരെ എത്രയധികം ശ്രേഷ്ഠരായും എത്രയധികം സ്നേഹമായും കണ്ടിരുന്നു എന്നുള്ളതാണ്. അതിന് ഉറച്ചൊരു തെളിവാണ് മറ്റൊരു കൽപ്പന അതിലെ എഴുത്തുകൾ സൂചിപ്പിക്കുന്നത്. പ്രത്യേകമായിട്ടും അന്നത്തെ കലുഷിതമായ സാഹചര്യത്തിൽ ഈ സഭയിലെ ഒരു വൈദികൻ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് ഈ സഭയുടെ ഭാഗമായി നിലനിന്ന് പോകുമ്പോൾ അദ്ദേഹത്തെ ഒരു പള്ളിയുടെ ചുമതലയിൽ നിന്ന് വിടർത്തിക്കൊണ്ട് അന്നത്തെ കണ്ടനാടിൻ്റെ അഭിവന്യ പൗലോസ് മാർ പീലക്സിനോസ് തിരുമനസ്സുകൊണ്ട് കൽപ്പന ഇറക്കിയപ്പോൾ ആ കൽപ്പനയ്ക്ക് പരിശുദ്ധ സഭ നൽകുന്ന ഒരു ശാസന എന്ന വിധത്തിൽ പരിശുദ്ധനായ ഔഗേൻ ബാവ തിരുമനസ്സുകൊണ്ട് എഴുതുന്ന ഒരു കൽപ്പനയാണ്. അതിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞു വയ്ക്കുന്ന ഏതാനും വരികൾ ഇങ്ങനെയാണ്: ഇത് സംബന്ധിച്ച് ഇപ്പോഴത്തെ വ്യവസ്ഥകളിൽ ഏതെങ്കിലും വ്യത്യാസം വരുത്തുകയോ ചെയ്യുന്നത് നമ്മുടെ രേഖാമൂലമായ സമ്മതത്തോടു കൂടി മാത്രം ചെയ്യേണ്ടതാണെന്ന് മെത്രാച്ചനെ ഇതിനാൽ നാം അറിയിച്ചിരിക്കുന്നു. ഇതിനെതിരായി എന്തെങ്കിലും ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവയും മേലാൽ എന്തെങ്കിലും ചെയ്യുന്നതാകയാൽ അവയും
അസാധുവായിരിക്കുന്നതാണ് എന്നുള്ളതും അറിയിച്ചു കൊള്ളുന്നു. പ്രത്യേകമായിട്ട് ആ വൈദികൻ ഈ സഭയിൽ ഉറച്ചു നിന്നപ്പോൾ ആ വൈദികനെ സംരക്ഷിക്കേണ്ടതും അദ്ദേഹത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠമായ നിലപാടിനെ ശ്ലാഘിക്കേണ്ടതും ബാവായുടെ വൈദികരോടുള്ള ആ സ്നേഹത്തെ വെളിപ്പെടുത്തുന്ന ഒന്നാകയാൽ ആ വരികളിലെ തീക്ഷ്ണത നമുക്ക് എടുത്തു പറയുവാനായിട്ട് സാധിക്കും. മറ്റൊരു അമൂല്യ വസ്തുവായി ഞാൻ സൂക്ഷിച്ചു വരുന്ന ഒന്നാണ് 51 വർഷങ്ങൾക്ക് മുമ്പ് മനോരമ ദിനപത്രത്തിൽ, മലയാള മനോരമ ദിനപത്രത്തിൽ വന്നതായ ഈ പത്രവാർത്ത. 1974 ഒക്ടോബർ മാസം 2-ാം തീയതി ബുധനാഴ്ചയാണ് ഈ വാർത്ത മനോരമ ദിനപത്രത്തിൽ വരുന്നത്. അത് പരിശുദ്ധനായ ബസേലിയോസ് ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനി നിരണം പള്ളിയിൽ വിളിച്ചു ചേർത്ത മലങ്കര അസോസിയേഷനെ സംബന്ധിച്ചുള്ളതാണ്. വലിയ വാർത്തയായി അന്നത്തെ പത്രത്തിൽ ഇത് പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതിനകത്ത് തന്നെയും എടുത്തു പറയേണ്ടതായ ഒരു സംഗതിയാണ് ആ അസോസിയേഷനെ സംബന്ധിച്ചുള്ള 6 മാസക്കാലത്തെ ഒരുക്കം. അന്ന് ഒരു മലങ്കര അസോസിയേഷൻ കൂടുന്നതിന് അത്രയധികം ഒരുക്കത്തോടും താല്പര്യത്തോടും കൂടെ പരിശുദ്ധ പിതാവിൻ്റെ ആ മഹനീയ നേതൃത്വത്തിൽ അത് സാധിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. പരിശുദ്ധ പിതാവ് കൊണ്ട് അധ്യക്ഷത വഹിച്ച് സംസാരിക്കുന്നതിൻ്റെ ചിത്രവും ഈ പത്രത്തിൽ വ്യക്തമായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 51 വർഷം പഴക്കമുള്ള ഈ പത്ര വാർത്ത ഉൾപ്പെടെ ഞാൻ നിധി പോലെ സൂക്ഷിക്കുന്ന ഇവയൊക്കെയും പുതുതലമുറയ്ക്ക് മുമ്പിൽ ഞാൻ സമർപ്പിക്കുകയാണ്. ഇതിൻ്റെ പഴക്കം കൊണ്ട് മാത്രമല്ല, പരിശുദ്ധ സഭയെ മേച്ചു ഭരിച്ച പൗരസ്ത്യ കാതോലിക്കമാരും മലങ്കര മെത്രാപ്പോലിത്തമാരും ഈ സഭയെ എത്ര കൊണ്ട് കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിച്ചു കാത്തു സൂക്ഷിച്ചു എന്നുള്ളതൊക്കെയും ഇതിലെ എഴുത്തുകളിൽ പോലും വ്യക്തമാണ്. പ്രിയമുള്ളവരെ, ഈ അവസരത്തിൽ പരിശുദ്ധ പരിമല തിരുമേനി ഓർമ്മിപ്പിച്ചതായ 3 കാര്യങ്ങൾ മനസ്സിൽ തെളിഞ്ഞു വരികയാണ്. ഒരു കത്തിൽ വായിച്ചത് അതിപ്രകാരമാണ്: 1, തമ്പുരാനെ പെറ്റമ്മയെ മറക്കരുത്. 2, മാർത്തോമാ ശ്ലീഹായുടെ ദുഃഖറോനോ മുടക്കരുത്. 3, കാലം ചെയ്ത പിതാക്കന്മാരുടെയും മാതാപിതാക്കളുടെയും ഓർമ്മ നടത്താതിരിക്കരുത്. പരിശുദ്ധ ഔഗേൻ പ്രഥമൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ സ്മരണയിൽ പരിശുദ്ധ സഭ 50 വർഷങ്ങൾ പിന്നിടുമ്പോൾ ആ പരിശുദ്ധ പിതാവിൻ്റെ ഓർമ്മയിൽ ഭക്തി പുരസ്സരം നമുക്കെല്ലാവർക്കും പങ്കെടുക്കാം. ഈ ദീപ്തമായ ഓർമ്മകളും കൽപ്പനകളും അവയൊക്കെയും നമ്മുടെ ജീവിതത്തിനും പുതു തലമുറയ്ക്കും വെളിച്ചവും പ്രചോദനവുമായി തീരട്ടെ. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.